ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതയാത്ര തുടങ്ങിയ ദിവസം ഏപ്രിൽ 19. വെഡ്ഡിങ് ആനിവേഴ്സറി പിക്കിട്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു, പ്രണയവിവാഹമാണോ നിങ്ങളുടേതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷേ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇത് പ്രണയവിവാഹമാണ്. അത് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ടേ. ഏതായാലും ആനിവേഴ്സറി ഒക്കെ ആയിട്ട് മക്കളുമായി രാവിലെ തന്നെ കണിച്ചുളങ്ങര അമ്പലത്തിലേക്ക് പോയി തൊഴുതു. പിന്നെ തിരുവഴി ക്ഷേത്രത്തിലും കയറി കേട്ടോ. അതിനുശേഷം ബ്രാഹ്മിൺസ് ഹോട്ടലിൽ വന്ന് ദോശയും കഴിച്ചു. മിക്കവാറും എല്ലാ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരും കേട്ടോ ഇദ്ദേഹം. അതാണ് ഇദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ഒക്കെ സ്ഥിരം കാണുന്ന ഒരാളാണ്. ആളൊരു ആയുർവേദ ഡോക്ടറും കൂടിയാണ്. ഡോക്ടറുടെ ബ്രദറിൻ്റെ ഫാമിലി റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചേർത്തല വാരനാട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പൈനും കൂട്ടം എന്ന ഒരു ഷാപ്പാണേ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതും ഒരുപാട് ഫുഡ് ഐറ്റംസ് ടേബിളിൽ അങ്ങ് വന്ന് നിരന്ന് കേട്ടോ. ആദ്യം തന്നെ വന്നത് കപ്പയാണ്. പിന്നെ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ, താറവ് കറി, പിന്നെ ഞണ്ട് റോസ്റ്റ്, ബീഫ്, ലിവർ, പോർക്ക്, കക്ക ഇറച്ചി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു എല്ലാത്തിൻ്റെയും കൗണ്ട് കുറേശ്ശെ എടുത്താൽ മതിയെന്നേ. അപ്പോൾ എല്ലാത്തിനും നല്ല അസാധ്യ രുചിയായിരുന്നു. എങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞണ്ട് കറിയാണേ. എനിക്ക് തോന്നുന്നു ഞണ്ട് കറിക്കകത്തൊക്കെ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അരപ്പൊക്കെ തന്നെ നമുക്ക് തൊട്ട് വയലോട്ട് വെക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയായിരുന്നേ. പിന്നെ ഇതേ നമ്മുടെ ഇലയിൽ പൊള്ളിച്ച കരിമീൻ, അതിൻ്റെ ആ ഇല തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അത് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല കിട്ടുക്കാച്ച ടേസ്റ്റായിരുന്നു. പിന്നെ ഒരു വരാൽ ഫ്രൈ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വരാൽ ആക്ച്വലി ഞാൻ കഴിക്കത്തില്ല കേട്ടോ, അതൊക്കെ അവർ മക്കളും അച്ഛനും കൂടിയാണ് കഴിച്ചത്. പിന്നെ കാളാഞ്ചിക്കറി ഉണ്ടായിരുന്നു. അതും കാളാഞ്ചിയും ഞാൻ കഴിക്കാത്ത കൂട്ടത്തിലുള്ളതാണ്. പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാളാഞ്ചിയുടെ പേരാണ് എനിക്ക് പ്രശ്നം. അപ്പോൾ കാളാഞ്ചിയുടെ പേര് മാറ്റിക്കൊണ്ട് വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു കട്ടച്ചാളി വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് ചെമ്മീൻ ഫ്രൈ കൊണ്ടുവന്നത്. അതും അടിപൊളിയായിരുന്നു. നിച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റവും ഇത് തന്നെയായിരുന്നു കേട്ടോ. നന്ദുവിനോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന്. അപ്പം നന്ദു പറഞ്ഞത് താറാവ് കറിയാണേ. പ്രമോദേട്ടനാണെങ്കിൽ പോർക്ക്. ഞങ്ങൾ ഫുഡ് കഴിച്ച് തീരാനായപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ തണുത്ത നല്ല നാടൻ മധുരക്കള്ളുമായിട്ട് വന്നേ. ഞാൻ കള്ളു കുടിക്കത്തൊന്നുമില്ലല്ലോ, പിന്നെ ചേട്ടന് കുടിക്കണമെന്നുണ്ടായിരുന്നോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് വേണ്ടെന്നാണ് ചേട്ടനും പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് സ്നേഹത്തോടെ നിരസിച്ചു. എന്നിട്ട് അതൊരു കുപ്പിയിലാക്കി തന്നേക്കാൻ പറഞ്ഞു. നാളെ കള്ളപ്പം ഉണ്ടാക്കാമല്ലോ. ഈ കാണുന്നത് ഏട്ടൻ്റെ സ്നേഹപ്രകടനമൊന്നുമല്ല, ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണേ. പക്ഷേ ഈ ഒരു സർപ്രൈസ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണേ. ഫുഡൊക്കെ കഴിച്ച് കൈയും കഴുകി നിന്നപ്പോഴത്തേക്കും അവരൊരു കേക്കുമായിട്ട് വന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്തു. ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, നമ്മളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതും ഈ കേക്ക് വാങ്ങിച്ചു തന്നതും ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ. ഈ നിൽക്കുന്ന പ്രവിധ ഡോക്ടറാണ് കേട്ടോ. പ്രവിധ ഡോക്ടറുടെ അച്ഛനും അമ്മയും സഹോദരനുമാണ് കൂടെയുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഏറെ സന്തോഷകരമാക്കി തീർത്ത പൈനും കൂട്ടത്തിനും കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ആശംസകൾ അറിയിച്ച നിങ്ങൾ ഓരോരുത്തരോടും, പിന്നെ ഞാൻ ഈ ഉടുത്തിരിക്കുന്ന അടിപൊളി സാരി അയച്ചു തന്ന നീളാബായി സഞ്ജു എന്ന ഇൻസ്റ്റഗ്രാം പേജിലെ അഞ്ജുവിനോടും, അങ്ങനെ എല്ലാത്തിനും ഉപരിയായിട്ട് ഈ വെഡ്ഡിങ് ആനിവേഴ്സറി കളർഫുള്ളാക്കി തന്ന ഞങ്ങളുടെ പൊന്നോമന മക്കളോടും എല്ലാവരോടും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു.